നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പീനട്ട് ബട്ടറാണ്. ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ, അതായത് കീറ്റോ ഡയറ്റ്, ലോ കാർബ് ഡയറ്റ്, ഇനിയിപ്പോൾ ഡയറ്റൊന്നും ഇല്ലാതെ നോർമൽ ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്കും എല്ലാം വളരെ നല്ലൊരു സ്പ്രെഡാണ് ഈ പീനട്ട് ബട്ടർ. ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സ് കുറവാണ് പീനട്ട് ബട്ടറിൽ. പ്രോട്ടീൻ ആണെങ്കിൽ ഹൈ ആയിട്ടുണ്ട് താനും. നമ്മൾ ഈ സ്മൂത്തീസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ, അതായത് ഓട്സും ആപ്പിളും ഒക്കെ ഇട്ട് അടിക്കുമ്പോൾ എക്സ്ട്രാ വേറെ മധുരം ചേർക്കാതെ നമുക്ക് ഒരു സ്പൂൺ പീനട്ട് ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി. അത്യാവശ്യം നല്ല പൈസ കൊടുത്തിട്ട് വേണം നമ്മൾ പീനട്ട് ബട്ടർ കടകളിൽ നിന്ന് വാങ്ങാൻ. അതിപ്പോൾ ഏത് സ്ഥലത്താണെങ്കിലും അങ്ങനെ തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് സാധാരണ കപ്പലണ്ടി കൊണ്ട് തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും രാവിലെ സമയമില്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റാതെ ഓടുന്നവർക്കും ഒക്കെ ഒരു പീസ് ബ്രെഡിൽ ഈ പീനട്ട് ബട്ടർ ഒന്ന് തേച്ചിട്ട് കൊണ്ടുപോയാൽ മാത്രം മതി. വളരെ ഹെൽത്തി ആയിട്ടുള്ളതും കൂടിയാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് പീനട്ട് ബട്ടർ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് സാധാരണ വറുക്കാത്ത പച്ച കപ്പലണ്ടിയാണ് കടയിൽ നിന്ന് വാങ്ങിയത്. ഇന്ന് ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത്. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്താൽ മതി. സമയക്കുറവൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കടകളിൽ നിന്ന് സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് റോസ്റ്റഡ് കപ്പലണ്ടി കിട്ടുമല്ലോ, അത് വെച്ചിട്ടും പീനട്ട് ബട്ടർ തയ്യാറാക്കാം. ഇവിടെ ഞാൻ ഇന്ന് 1.5 കപ്പ് കപ്പലണ്ടിയാണ് പീനട്ട് ബട്ടറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 കപ്പ് ഓൾറെഡി ഇട്ടു. ഇതൊരു 1/2 കപ്പും കൂടിയുണ്ട്. ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ കപ്പലണ്ടി ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് കപ്പലണ്ടി ഫ്രൈ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ തൊലി അങ്ങ് നല്ല ചുമന്ന് വരും, പക്ഷെ അകം നമുക്കത്ര ക്രിസ്പി ആയിട്ട് കിട്ടില്ല. നമ്മൾ ഈ കപ്പലണ്ടി ഫ്രൈ ചെയ്യുമ്പം കുറച്ചൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഈ കപ്പലണ്ടിയുടെ വെയിറ്റ് ഒന്ന് കുറഞ്ഞിട്ടൊരു ചെറിയ പൊട്ടുന്നത് പോലത്തെ ഒരു സൗണ്ട് കേൾക്കാം. അപ്പോൾ കപ്പലണ്ടി പാകമായി വരുന്നതിൻ്റെ ഒരു ലക്ഷണമാണത്. ഇപ്പോൾ ഇവിടെ കപ്പലണ്ടിയുടെ തൊലിയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ 1 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയാവും. നമ്മുടെ കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട്. ഇരിക്കുമ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് ഫ്രൈ ആയി വരും. ഇപ്പോൾ കറക്റ്റ് പാകമാണ്. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞൊന്ന് തണുക്കുമ്പോൾ ഇതിൻ്റെ സ്കിന്നൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കണം. കപ്പലണ്ടിയുടെ തൊലിയൊക്കെ റിമൂവ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണിത്. ഇനി നമുക്കിതിലേക്ക് എന്താണ് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ തേൻ മാത്രമാണ് ഇന്ന് ആഡ് ചെയ്യുന്നത്. ഓയിലോ ഉപ്പോ ഒന്നും ആഡ് ചെയ്യാതാണ് പീനട്ട് ബട്ടർ തയ്യാറാക്കുന്നത്. ആദ്യമായിട്ട് പീനട്ട് ബട്ടർ ഉണ്ടാക്കുന്നവർക്ക് വേണമെങ്കിൽ ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ഓയിലൊക്കെ ചേർത്ത് കൊടുക്കുക. അതായത് വലിയ മണമില്ലാത്ത ഓയിൽ, വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല. കനോല ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതിയാകും. 2 രീതിയിൽ പീനട്ട് ബട്ടർ തയ്യാറാക്കും. ചില ആൾക്കാർക്ക് കുറച്ച് ക്രഞ്ചി ആയിട്ട്, അതായത് ഈ ഫുൾ അങ്ങ് അരച്ച് പേസ്റ്റ് ആക്കാതെ ആ പേസ്റ്റിൻ്റെ ഇടയിലേക്ക് കുറച്ചൊന്ന് കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമാണ്. അങ്ങനെ ചെയ്യേണ്ടവർക്ക് കുറച്ചൊരു പീനട്ട് ബട്ടർ ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ ഈ പീനട്ട് ബട്ടർ തയ്യാറാക്കി കഴിയുമ്പം ഇങ്ങനെ പൊടിച്ചു വെച്ചിരിക്കുന്നത് ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. പീനട്ട് ബട്ടർ തയ്യാറാക്കുമ്പം എപ്പോഴും നമ്മൾ കുറച്ച് ഹൈ പെർഫോമൻസ് ഉള്ള മിക്സി അല്ലെങ്കിൽ മിക്സിയുടെ ജാറൊക്കെ തന്നെ എടുക്കണം. കാരണം കുറച്ച് ഹെവിയാണ്. ഇതിങ്ങനെ നമ്മൾ എക്സ്ട്രാ ഓയിലൊന്നും ഒഴിക്കാതാണ് അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും നല്ല പെർഫോമൻസ് തരുന്ന മിക്സിയുടെ ജാറിൽ വേണം ഇത് അരയ്ക്കാൻ. ആദ്യം നമുക്ക് പീനട്ട് ബട്ടർ ഇട്ടിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് പൊടിഞ്ഞു വരും. 1-2 പ്രാവശ്യം കറക്കുമ്പോൾ മാത്രമേ അത് പൊടിയുള്ളൂ. അപ്പോൾ അതിനുശേഷം ഈ ഒരു രീതിയിലാണ് പീനട്ട് ബട്ടർ വരിക. ഒന്ന് പൊടിഞ്ഞു, എന്നാൽ അത് നല്ലതുപോലെ അരഞ്ഞിട്ടില്ല. കാരണം ഈ പീനട്ട് ബട്ടറിൻ്റെ അകത്തുള്ള എണ്ണ ഇറങ്ങി വന്നാൽ മാത്രമേ നമ്മുടെ പീനട്ട് ബട്ടർ ശരിയാവൂ. നമ്മളിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വീണ്ടും ഒരു മിനിറ്റ് ഇത് അരച്ചെടുക്കാം. നിങ്ങൾക്ക് കുറച്ചൊരു ക്ഷമ വേണം ആദ്യത്തെ പ്രാവശ്യം ഈ പീനട്ട് ബട്ടർ ചെയ്യുമ്പോൾ. നമ്മൾ വിചാരിക്കും ഇതൊരിക്കലും ശരിയാകില്ലെന്ന്. കാരണം ഈ തേങ്ങ ആട്ടി എടുക്കുന്ന കണക്കാണ്, കുറേ ടൈം എടുക്കുമല്ലോ. അതുപോലെ തന്നെ ഒന്ന് മിക്സി ചൂടാവുകയാണെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു 1/2 മിനിറ്റ് 1 മിനിറ്റ് ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ഒന്നിങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഒരു 6-7-8 മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പീനട്ട് ബട്ടർ അതിൻ്റേതായ ആ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ആദ്യം പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ വിചാരിക്കും അയ്യോ പീനട്ട് ബട്ടർ ശരിയാവില്ല, എൻ്റെ ഒട്ടും അരഞ്ഞിട്ട് അങ്ങനെ കട്ടിയിൽ തന്നെ ഇരിക്കുന്നു. അങ്ങനെയല്ല. അതിൻ്റെ ഒരു 4-ാമത്തെ 5-ാമത്തെ സ്റ്റേജ് എത്തുമ്പോൾ മാത്രമേ നമ്മളുടെ പീനട്ട് ബട്ടറിൽ നിന്ന് ആ ഓയിൽ ഇറങ്ങി വന്നിട്ട് ക്രീമി ആയിട്ട് പീനട്ട് ബട്ടർ വരുത്തുള്ളൂ. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പീനട്ട് ബട്ടർ എടുക്കുന്ന ജാറും കുപ്പിയും നമ്മളുടെ ആ സ്പാച്ചുല അല്ലെങ്കിൽ സ്പൂൺ എന്തോ ആവട്ടെ അതൊന്നും വെള്ളമയം ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 3-4-5 ദിവസമൊക്കെ ഇത് ഒരു കുഴപ്പമില്ലാതെ പുറത്തിരിക്കും.
ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. എടുക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് വെളിയിൽ എടുത്ത് വെച്ചിരുന്നാൽ മാത്രം മതി. ഞാനിങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നമ്മളുടെ പീനട്ട് ബട്ടറിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറി ഒരു ക്രീമി കളറിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ചൊരു കട്ടിയുണ്ട്, ഒരു ക്രീമി ആയിട്ടുണ്ട്, എന്നാലും പോരാ. ഇനി കുറച്ചും കൂടെ നമുക്കൊന്നും കൂടെ അടിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഒരു നുള്ളുപ്പ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല, എന്നാലും ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണല്ലോ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. ഞാൻ വീണ്ടും 1-2 പ്രാവശ്യവും കൂടെ അടിച്ചപ്പോഴാണ് ഇതാണ്ട് ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് വന്നത്. അപ്പോൾ നമ്മുടെ പീനട്ട് ബട്ടർ അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊരു കുപ്പിയിലേക്ക് അങ്ങ് മാറ്റാം. അപ്പം നിങ്ങളെല്ലാവരും ടേസ്റ്റി ആയിട്ടുള്ള ഈ പീനട്ട് ബട്ടർ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ വന്ന് അറിയിക്കാൻ നിങ്ങൾ മറക്കരുത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.